ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ 6:30 മണിക്ക് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. മറ്റെങ്ങുമല്ല, ലാമിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോഴിക്കോട് കേട്ടോ. അപ്പോൾ ഞാനും ലാമിയും മിത്തൂസാണ് ഇവിടുന്ന് പോണത് കേട്ടോ. അപ്പോൾ 6:30 മണിക്ക് നമുക്ക് ഇവിടുന്ന് മക്കരപ്പറമ്പെന്ന് കോഴിക്കോട്ടിലേക്ക് ഡയറക്റ്റ് ഒരു KSRTC ബസ് കിട്ടി കേട്ടോ. അപ്പോൾ അതിലാണ് ഞങ്ങൾ പോണത്. പിന്നെ മഞ്ചേരിയിൽ നിന്ന് ഷീബ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ നേരെ മഞ്ചേരിയിൽ നിന്ന് ഡയറക്റ്റ് കോഴിക്കോട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടുന്ന് അങ്ങോട്ട് കയറി കേട്ടോ. 9 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. KSRTC ബസ്സായ കാരണം ഞങ്ങൾ 7:45 തന്നെ കോഴിക്കോട് എത്തിയിട്ടോ. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സീബാനെ ഏതായാലും വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ലാമി വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കല അവിടെ 9 മണിക്ക് എത്തണം എന്ന് ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ 9:05-നൊക്കെയാണ്, 5 മിനിറ്റ് വൈകിട്ടാണ് എത്തിയതെങ്കിലും ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മളോട് 9 മണി എന്നൊക്കെ പറഞ്ഞാലും തുടങ്ങിയപ്പോഴേക്കും ഏകദേശം മേക്കപ്പിങ്ങും കുട്ടികളെ ഒരിക്കലെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 10 മണി ആയിട്ടോ. 10 മണി ടു 11 മണിൻ്റെ ഉള്ളിലാണ് ഈ പ്രായക്കാരുടെ മത്സരങ്ങൾ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ഷീബയുണ്ട് മുന്നിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവൾ കുറേ കാലമായി അവളിങ്ങനെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നെ ഈ ഒരു വർഷം അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തടസ്സം നിന്നിട്ടൊന്നുമില്ല. കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ അവൾ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേക്കപ്പിൻ്റെ ആളുകളൊക്കെ വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലാമിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അവിടെ ഒരു ക്രിസ്മസ് ട്രീ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ഏതായാലും അവൾ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് വരികയാണ് കേട്ടോ. നമ്മൾ തന്നെ ഡ്രസ്സൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ മേക്കപ്പിന് വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് കൊണ്ടു ചെല്ലണം കേട്ടോ. ഇപ്പോൾ അവിടെ ഉറക്കപ്രാന്തിലാണ്. ആൾക്കൊരു ഉന്മേഷമൊന്നുമില്ല, എന്നാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു മയക്കത്തിലാണ് കേട്ടോ ആൾ. മേക്കപ്പ് ഇടുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. മുടി അധികം ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ആ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മയക്കി ഓരോ തമാശകളൊക്കെ പറഞ്ഞ്, പക്ഷേ അവർ ചോദിക്കണതിന് മറുപടി പറയുകയോ പേര് ചോദിച്ചിട്ട് പേര് പറയുകയൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം അവളെ മേക്കപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് എന്തോ ഒരു മൂഡ് ഓഫ്, തലവേദനയൊക്കെയുള്ള പോലെ ഒരു മൂഡ് ഓഫൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. 9 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ ലൊക്കേഷനിൽ എത്തിക്കണമല്ലോ, അതുകൊണ്ടുള്ള ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. മേക്കപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാനൊക്കെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കൊരു ഉന്മേഷക്കുറവുണ്ടായിരുന്നു. രാവിലെ ആ തണുപ്പത്തുള്ള യാത്രയും കാറ്റും എല്ലാം കൂടി ആപ്പോയി. പിന്നെ ബസ്സിലും അല്ലേ. മറ്റത് ഞങ്ങൾ ഇങ്ങനെ പോകാറുള്ള സമയത്തൊക്കെ കാറിലും ആരെങ്കിലും കൊണ്ടാക്കി തരൊക്കെ ചെയ്യാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ബസ്സിലൊക്കെ ആയ കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് ആൾക്ക്.
Chest number 348. Lami. Chest number 348. Okay, nice. നല്ല കൈ കൊടുക്കുന്നു. Hi, Lami. ഹായ്. ഓക്കെ, അപ്പൊ മോളെ ജസ്റ്റ് ഒന്ന് പേരുകൾ പറഞ്ഞ എത്ര വയസ്സുണ്ട്, എവിടുന്നാ വരുന്നത് പറയോ? പേര് പറഞ്ഞ ജസ്റ്റ് ഹായ് പറഞ്ഞു. എത്ര വയസ്സുണ്ട് ലാവി മോൾക്ക്? 4. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നഴ്സറിയിലാണോ? നഴ്സറിയിലാണോ പഠിക്കുന്നത്? അല്ല, പിന്നെ ഇല്ല, പഠിക്കില്ല. ഓക്കെ, കുഴപ്പമില്ല സാർ, നമുക്ക് ചിന്തിച്ചിട്ട് പറയാം. എവിടെയാ പഠിക്കുന്നത്? ഇപ്പൊ ലാവി പാട്ടാണോ പാടുന്നത്, ഡാൻസ് ആണോ ചെയ്യാൻ പോണേ? ഡാൻസ്. നമുക്ക് ഡാൻസ് കളിക്കാം അല്ലേ? ഓക്കെ, സോ മ്യൂസിക് പ്ലീസ്. അടിപൊളിയായിട്ട് കാണിക്കണോട്ടോ വോയിസ് ഒരാഴ്ച കൊച്ചു ഇനിയും പ്രൈസൊക്കെ വിളിക്കുന്നത് നമുക്ക് ഓക്കെ, നല്ല കൈ എടുക്കുന്നു. ഓക്കെ, here is an announcement. Set ചെയ്യണം. Okay, so next contestant Alakananda, chest number 348, Lami. Chest number 348. ഓക്കെ, ഒരു കൈയ്യടി കൊടുത്തല്ല എന്താ ഭാവിയിൽ ഹീറോയിൻ ആണ്. എല്ലാവരും ഒന്ന് കൈയ്യടി കൊടുത്ത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വളരെ ചെറിയ കുട്ടികളെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. മുതിർന്ന കുട്ടികളെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കാണാനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ ബസ്സിനല്ലേ പോയിട്ടുള്ളത്, അപ്പോൾ തിരിച്ച് എത്തണ്ടേ. അതുകൊണ്ട് പിന്നെ മാളിലൂടെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് സ്റ്റാൻഡിൽ വന്നത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഷീബ മഞ്ചേരിക്കും പോയി, ഞങ്ങൾ പെരിന്തൽമണ്ണക്കും പോരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഷീബ എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയാണ് കേട്ടോ. അവളാണ് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും പോരാറുള്ളത് കേട്ടോ. അൻവർക്കാക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതലും അവളായിരിക്കും കൂടുതലും ഒപ്പം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.